അങ്ങനെ നമ്മൾ ഷോളയാർ ഡാമൊക്കെ കണ്ട് അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈവനിങ് സമയമായി. അപ്പോൾ നമ്മൾ സമയത്തിന് കാടിറങ്ങണം, ഇല്ലെങ്കിൽ നമ്മുടെ വഴി തടയാൻ ഒരുപാട് പേര് വഴിയിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് ഷോളയാർ ഡാമിൽ നിന്നും തിരിച്ചിറങ്ങി. ഷോളയാർ ഡാം ഒരു നല്ല അനുഭവം തന്നെ ആയിരുന്നു. അപ്പോൾ ആതിരപ്പള്ളി, മലക്കപ്പാറ, ഷോളയാർ ഡാം വരെയുള്ള ഈ യാത്ര ഒരുപാട് എപ്പിസോഡുകളായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. മുൻ എപ്പിസോഡുകളൊന്നും കാണാത്തവർ അതൊക്കെ ഒന്നും കാണണം. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്കായി അതിലൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസുമായി മുജീബിക്ക സെൻറ്ററിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗാനങ്ങളും അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ച് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറി പോകുന്നതിനേക്കാൾ സ്കിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ചുരം ഇറക്കി വണ്ടി കൊണ്ടുവരിക എന്നുള്ളത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഹെയർ പിൻ ബെൻഡുകൾ ഈ ഒരു ചുരത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ ഡ്രൈവർ എടുക്കുന്നത് കണ്ടാൽ മുൻ സീറ്റിലേക്ക് ഇരുന്നാൽ ഒരു വിറ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുൻഭാഗം കൊണ്ടുപോയിട്ട് ഏകദേശം അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ച് കുറച്ച് ബാക്കിലേക്ക് കയറ്റിയിട്ടുള്ളൊരു തിരിച്ചെടുക്കലുണ്ട്. അതൊരു 1.5 തിരിച്ചെടുക്കലാണ്. ചുരം ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു കർവ് തൊട്ടപ്പുറത്ത് കൊക്കയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മളത് തിരിച്ച് ബാക്കിലേക്ക് വണ്ടി കുറച്ച് കയറ്റിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോഴേക്കും നമ്മളെ ജീവൻ പോവും. അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ സ്കില്ല് ഉള്ള ഡ്രൈവർമാരായതുകൊണ്ടാണ് നമുക്കതൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ യാത്ര അവിസ്മരണീയമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കിട്ടി. നമ്മൾ ഓൾറെഡി ആനേനെ കണ്ടു അല്ലേ? അപ്പോൾ നമ്മൾ ആനയെ കണ്ടു. ഇനി ഒരുപാട് സംഭവങ്ങൾ ഈ കാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചാനുഭവങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് വരും. അത് ഇന്നോ നാളെയൊക്കെ ആയിട്ടുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ കൂടണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അപ്പർ ഷോളയാർ ഡാമിൽ നിന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇവിടെ നമ്മൾ ഷോളയാർ ഡാമിലെ ഈ അപ്പർ ഷോളയാർ ഡാമിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിദൂര ദൃശ്യം മാത്രമാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ. അപ്പർ ഷോളയാർ ഡാമിൽ വെള്ളം വളരെ കുറവായിരുന്നു അല്ലേ? ഇതിൽ അങ്ങനെയല്ല, ലോവറിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബസ്സായതുകൊണ്ട് നമുക്ക് നിർത്തുന്നതിനും പിന്നെ അവിടെ ഈ ഈവനിങ് സമയത്ത് നമുക്ക് ബസ്സിലിരുന്ന് കിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ അത്ര ഉയരത്തിലിരുന്ന് കാണുന്ന ഈ ഒരു വിഷ്വൽ നമുക്ക് എന്തായാലും ഇറങ്ങി അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ കിട്ടില്ല. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് നല്ല അനുഭവങ്ങൾ, യാത്രാനുഭവങ്ങൾ, രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അനുഭവം. ഇതിങ്ങനെ ഒടിച്ചെടുത്ത് നമ്മൾ നേരെ ആ ചുരത്തിൻ്റെ ആ ഒരു കൊക്കയുടെ ആ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് വേണം തിരിച്ചിങ്ങോട്ട് എടുക്കാൻ. ആ ഒരു അനുഭവം നമ്മൾ ആ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കണമെന്ന് വെച്ചാൽ അത് വേറിട്ടൊരു അനുഭവം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നേരമായിട്ടുള്ള ചുരം പാതയാണിത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. ബൈക്കേഴ്സൊക്കെ ഒരുപാട് പോകുന്നൊരു ഏരിയയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. ഒരുപാട് മൃഗങ്ങളുള്ള ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരാനുള്ളത്. ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു.